പുത്തൻപുലരി പോകുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ ഇന്ന് ഒരു വലിയ ലഹരിവേട്ട നടന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്കാണ്. ആലുവയിലാണ് ലഹരിവേട്ട നടന്നത്. 50 ലക്ഷം രൂപയുടെ ഹെറോയിൻ എക്സൈസ് പിടികൂടിയിട്ടുണ്ട്. 158 ഗ്രാം ഹെറോയിനാണ് പിടികൂടിയത്. അസം സ്വദേശി മക്ബൂൽ ഹുസൈനാണ് അറസ്റ്റിലായത്. വിവരങ്ങളുമായി നിഷ ദിലീപാണ് ചേർന്നത്. നിഷ, ഇയാൾ ഏത് രീതിയിലാണ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്? എങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്? അത്തരത്തിൽ എന്തെങ്കിലും പോലീസ് വിശദീകരണം നൽകുന്നുണ്ടോ നിഷ? രാഖി, എക്സൈസ് സംഘം ഇന്നലെ ആലുവ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും പിടികൂടിയ ഈ അസം സ്വദേശിയെ എക്സൈസ് സംഘം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 50 ലക്ഷം രൂപയുടെ ഹെറോയിനാണ് ഇയാളിൽ നിന്നും പിടികൂടിയത്. അസം ജില്ലയിലെ നാഗോൺ സ്വദേശിയായ അസമിലെ നാഗോൺ ജില്ലക്കാരനായ മക്ബുൽ ഹുസൈൻ സഹീറുൽ ഇസ്ലാം എന്നയാളെ ആണ് ഇന്നലെ എക്സൈസ് സംഘം പിടികൂടിയത്. ഓണത്തിന്റെ ഭാഗമായി സ്പെഷ്യൽ ഡ്രൈവ് ഒക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി നടത്തിയ ഒരു പരിശോധനയിലാണ് ഇന്നലെ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ഈ അസം സ്വദേശിയെ പിടികൂടിയത്. ഇയാളുടെ പക്കൽ നിന്നും 50 ലക്ഷം രൂപ വില വരുന്ന ഹെറോയിനാണ് കണ്ടെടുത്തിട്ടുള്ളത്. ഇയാൾ ഒരു കുപ്പിക്ക് 2000 മുതൽ 3000 രൂപ വരെയാണ് ഈടാക്കിയിരുന്നതെന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. 10 വർഷം വരെ കഠിന തടവ് കിട്ടാവുന്ന ആ കുറ്റമാണ്. ഇയാളിത് ചെറിയ ബോട്ടിലുകളിലായി വിൽപ്പനയ്ക്ക് എത്തിച്ചതെന്നാണ് എക്സൈസ് സംഘം പറയുന്നത്. ഇനി ഇയാളുടെ ഈ ഗ്യാങ്ങിൽ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷണം നടക്കുകയാണ്. ഈ ഇന്നലെ പിടികൂടിയ അസം സ്വദേശിയെ വിശദമായി തന്നെ എക്സൈസ് സംഘം ചോദ്യം ചെയ്യുകയാണ്. ഇയാളെ ചോദ്യം ചെയ്ത ശേഷം ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇയാൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ ഒരു വൻ ശൃംഖല തന്നെ ഇയാൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന ഒക്കെയുള്ളതിന് കൂടുതൽ തെളിവ് ലഭിക്കുകയുള്ളൂ. എന്തായാലും 50 ലക്ഷം രൂപ വില വരുന്ന ഹെറോയിനാണ് അസം സ്വദേശിയിൽ നിന്ന് ഇന്നലെ രാത്രി KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും എക്സൈസ് സംഘം പിടികൂടിയത്. ശരി നിഷ, കൊച്ചി ആലുവയിലാണ് വൻ ലഹരി വേട്ട നടന്നിരിക്കുന്നത്. 50 ലക്ഷം രൂപയുടെ ഹെറോയിനാണ് എക്സൈസ് സംഘം പിടികൂടിയത്. 158 ഗ്രാം ഹെറോയിൻ പിടികൂടിയിട്ടുണ്ട്. അസം സ്വദേശി മക്ബൂൽ ഹുസൈനാണ് എക്സൈസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇയാളെ എക്സൈസ് സംഘം ഇപ്പോൾ ചോദ്യം ചെയ്ത് വരികയാണ്. മക്ബൂൽ പറയുന്ന മൊഴി അനുസരിച്ചിട്ടായിരിക്കും എക്സൈസ് സംഘം കൂടുതൽ പേരിലേക്ക് അന്വേഷണം എത്തിക്കുക. നിഷ ദിലീപാണ് വിശദാംശങ്ങൾ നൽകിയത്.